പുള്ളി പറഞ്ഞു എനിക്ക് നിന്നെ ഒന്ന് നേക്കഡായിട്ട് കാണണം, അതുപോലെ നിന്റെ ശരീരത്തിൻ്റെ ഇത് കാണണം, സ്ട്രെച്ച് കാണണം എന്ന് പറഞ്ഞിട്ടാണ് പുള്ളി എന്നോട് ഡ്രസ്സ് കഴിക്കാൻ പറഞ്ഞത്. ഞാൻ അത്രക്കാരൻ വെറുതെ കിടന്ന് ഉരുളാദാശനെ ആശാന്റെ കംപ്ലീറ്റ് ബയോഡാറ്റ ഞങ്ങൾക്ക് കിട്ടിക്കഴിഞ്ഞു. എൻ്റെ സൗഹൃദങ്ങളിൽ ലിംഗഭേദം അന്വേഷിക്കേണ്ട കാര്യം ഒരു സമൂഹത്തിനുമില്ല. അപ്പൊ ചുരുക്കി പറഞ്ഞ അമ്മാവന് ഒരു ഒന്നാം തരം എന്നോടൊരു സുഹൃത്ത് ചോദിച്ചിട്ടുണ്ട്, ഒരു വിദേശി ചോദിച്ചിട്ടുണ്ട്, നിങ്ങളുടെ നാട്ടിൽ ഹോമോസെക്ഷൽസ് ഒരുപാട് പേരുണ്ടോ? നിന്റെ ലക്ഷണം കണ്ടപ്പോഴേ അവക്ക് ആളെ പിടികിട്ടി. മനസ്സിലായി, ഇവരുടെ മോന്ത കണ്ട അറിയാം കൂത്തുവാണെന്ന്. നിങ്ങൾ ആണുങ്ങളാണ്, തോളിൽ കൈയിട്ട് നടക്കുന്നു, ആണുങ്ങൾ ഒരുമിച്ച് സിനിമയ്ക്ക് പോകുന്നു, ആണുങ്ങൾ ഒരു മുറിയിൽ കിടന്നുറങ്ങുന്നു. അങ്ങനത്തെ എനിക്ക് നല്ല ഇഷ്ടാ, എനിക്ക് നല്ല ഇഷ്ടാ, ഇഷ്ടമാണ് അങ്ങനത്തെ. നിങ്ങൾ വിചാരിക്കുന്ന പോലെ നല്ല കാര്യങ്ങൾ ഇവന് പെണ്ണുങ്ങളോട് ആണുങ്ങളോട് താല്പര്യം. എവൻ പറയുന്നതിലും കാര്യമുണ്ടെന്നേ. അവന്റെ കോതമംഗലത്ത് തൃശ്ശൂർ പൂരം. ആണുങ്ങളെ കുറിച്ച് മാത്രം പറയട്ടെ, അവർ ആണാണെന്നുകൊണ്ടല്ലോ സുഹൃത്താവുന്നത്. ഒരാളുടെ ക്യാരക്ടർ അതിനകത്ത് വലിയ ഘടകമാണ് അല്ലേ? നിന്റെ ഉള്ളിലിരിപ്പ് എന്താണെന്ന് എനിക്ക് മനസ്സിലായി. ഞാൻ അത്രക്കാരനല്ല സാർ, എന്നെ കാണരുത്, ഒരു സഹോദരനായിട്ട് കാണണം. സാമൂഹ്യ വിരുദ്ധമായ ബന്ധങ്ങൾ, സദാചാര വിരുദ്ധം എന്നൊക്കെ പറയാവുന്ന കാര്യങ്ങളൊന്നും തന്നെ ഇല്ലാത്തടത്തോളം കാലം ഞാനൊരു പൊതുസമൂഹത്തിനെയോ ഒരു സിവിൽ കോഡിനെയോ അല്ലെങ്കിൽ ഒന്നിനെയും എനിക്ക് ഭയക്കേണ്ട കാര്യമില്ല. സംവിധായകൻ രഞ്ജിത്തിനെതിരെ വീണ്ടും പരാതി. ലൈംഗികമായി പീഡിപ്പിച്ചുവെന്ന കോഴിക്കോട് സ്വദേശിയായ യുവാവാണ് പരാതി നൽകിയത്. ദൈവത്തിന്റെ ഒരേ കളികളെ. ഇനിയിപ്പോ ചേട്ടന്റെ കാര്യം പോക്കാ. പക്ഷെ ഏതൊരു പയ്യന്മാരെ പോലെയും ഞാനും ഒരുപാട് ആഗ്രഹിച്ചു. ഓഫ് കോഴ്സ് സിനിമയിൽ ഒരു ചാൻസ് കിട്ടുമല്ലോ. പക്ഷെ ആഗ്രഹം കൊണ്ട് മാത്രം ഒരാൾ നടനാവില്ല.